ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ വി ശിവദാസൻ എം പി കൂടി ചേരുന്നുണ്ട്. വി ശിവദാസൻ എം പി, അതായത് ഇപ്പോൾ ജന്തർ മന്ദറിന് പുറത്ത് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്നറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ CJP പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല. ഇപ്പോൾ ജന്തർ മന്ദറിന് പുറത്ത് ഇപ്പോൾ പോലീസും സമരക്കാരും തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഇത്രയും വലിയൊരു പ്രതിഷേധം 33 ദിവസമായി മുന്നോട്ട് പോയിട്ടും കേന്ദ്ര സർക്കാർ അവരുടെ CJPയുടെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നില്ല എന്നാണ്. ഇവിടെ പോലീസ് വളരെ ആസൂത്രിതമായിട്ടാണ് സംഘർഷങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഇവിടെ ഡൽഹിയുടെ ചുറ്റുവട്ടത്ത് മണിക്കൂറുകളായിട്ട് ഇപ്പോൾ ഇന്റർനെറ്റ് കണക്ഷനുകൾ മുഴുവൻ വിച്ഛേദിച്ചിരിക്കുകയാണ്. ആളുകൾക്ക് സംസാരിക്കാൻ, ഇന്റർനെറ്റിലൂടെ ബന്ധം സ്ഥാപിക്കാൻ, വിഷയങ്ങൾ പരസ്പരം അറിയിക്കുന്നുള്ള സംവിധാനങ്ങളില്ല. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇവിടെ ഞങ്ങളെല്ലാം ഈ ഡൽഹി പരിസരത്ത് ഉള്ളവരാണ്. പോലീസ് നേരത്തെ തന്നെ സംഘർഷം ഉണ്ടാക്കുന്നതിനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കേരള ഹൗസിന്റെ മുമ്പിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം ആയുധമേന്തിയിട്ടുള്ള ആയിരക്കണക്കിന് പോലീസുകാരാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഡൽഹിയിലുള്ള വലിയ നിലയുള്ള പോലീസ് സന്നാഹം CISF, ഡൽഹിയിൽ അവിടെ കൽക്കട്ടയിൽ നിന്ന് CISFന്റെ 3 ടീം, ഒരു ഏകദേശം 3000-ഓളം ആളുകളെ എയർലിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തി ഭയപ്പെടുത്തിയിട്ട് സമരം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരാലോചിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും സർക്കാർ ഇത്തരം നീചകൃത്യത്തിന് ഒരു യൂണിയൻ ഗവൺമെന്റ് നേതൃത്വം നൽകാൻ പാടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്.